പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളറിയുന്ന, നൊമ്പരങ്ങളറിയുന്ന, ആവശ്യങ്ങളറിയുന്ന ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം ഉണ്ടല്ലോ, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒത്തിരി എനിക്കിഷ്ടപ്പെട്ട ഈശോയുടെ ഒരു മുഖമാണ്. കൈകളിങ്ങനെ ഉയർത്തി അനുഗ്രഹിക്കുന്ന ഈശോ, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദിവ്യകാരുണ്യനാഥൻ ഓരോ നിമിഷവും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ നിയോഗങ്ങളിലേക്കും ദിവ്യകാരുണ്യനാഥൻ കടന്നു വരുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുകയാണ്. ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കുകയാണ്. ഈ അനുഗ്രഹ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി അച്ഛൻ പറയുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അനുഗ്രഹിക്കുക. പഴയ നിയമ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹീതമാകും. ദൈവം അനുഗ്രഹിച്ചതുപോലെ തന്നെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിന് ഒത്തിരി സഹനങ്ങളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു, കുടുംബമൊക്കെ തകർന്ന് തരിപ്പടമായിപ്പോയി, സാമ്പത്തിക മേഖലകളൊക്കെ കുപ്പുകുത്തിപ്പോയി. പക്ഷെ ദൈവം അവസാനം 42-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ ഒരു നിരയാണ് നമ്മളവനെ കാണുക. അവന് കിട്ടിയതിൻ്റെ 7 ഇരട്ടി കർത്താവ് അവനെ നൽകി അനുഗ്രഹിക്കുകയാണ്. മക്കളെയും സമ്പത്തും ആടുമാടുകളെയും എല്ലാത്തിനെയും ദൈവം നൽകി അനുഗ്രഹിച്ചു. സോളമനെയും ജ്ഞാനം ആഗ്രഹിച്ച് ദൈവത്തോട് ജ്ഞാനം ആവശ്യപ്പെടുമ്പോൾ ദൈവം അവന് സമ്പത്ത് കൂടി കൊടുക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് ഈശോ നിന്നെയും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, സർവ്വ കൃപകളും ഉണ്ടാകട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.